ഇങ്ങനെയുള്ളവന്മാരെ നല്ല സമൂഹത്തിന് മുൻപിൽ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യപ്പെടണം. എപ്പോഴും ഇരയുടെ നീതി അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് കേസാവുമെന്നുള്ളൊരു അറിയാവുന്നത് കൊണ്ടാണ് ഇവളുമാർ ഇമാതിരി പ്രവർത്തിയുമായിട്ട് വരുന്നത്. ഇവളടങ്ങുന്ന ഇതേപോലെ വീഡിയോ എടുത്ത് ട്രെൻഡ് ആയി മാറാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ചധികം സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർക്കെല്ലാം ഇതൊരു താക്കീതാവണം. വേണ്ട രീതിയിൽ തന്നെ ഇതിപ്പോൾ DGPക്കും കേസ് പോലീസിനും ഒക്കെ കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേസ് കേസായിട്ട് തന്നെ പോകണം. ഒരു കാരണവശാലും ഇവളെ പുറത്തു വിടാൻ സാധിക്കാത്ത രീതിയിൽ പൂട്ടണം. ഇനിയും ഈ ഒരു ട്രെൻഡ് ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലെന്നല്ല, എവിടെയും ഉണ്ടാവാൻ പാടില്ല. ഒരു ട്രെൻഡ് എന്ന രീതിയിലാണ് ഇവളുമാർ പുരുഷന്മാരെ കാണുന്നത്. പുരുഷന്മാർ അവളുമാർക്കൊരു ട്രെൻഡാക്കാൻ, അല്ലെ അവളുമാർക്ക് പുരുഷന്മാരെ വെച്ചൊരു ട്രെൻഡാവണം. എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണല്ലേ. ആദ്യം മുതലേ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാം ചെയ്തോട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ അതിനുശേഷം